മക്കളെ, ഇന്ന് നമ്മൾ ബാദൽ എന്ന കവിതയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ ശ്രീപ്രസാദാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. വായനയുടെ വീഡിയോ നമ്മൾ ആദ്യം തന്നെ ചെയ്തു. ഇന്ന് എക്സ്പ്ലെയിൻ വീഡിയോ ആണ്. ഫുള്ള് മലയാളത്തിൽ പറയുന്നുണ്ട്. ശരിക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കവിത തുടങ്ങാം. കവിതയുടെ പേരാണ് ബാദൽ. എഴുതിയിരിക്കുന്നത് ഡോക്ടർ ശ്രീപ്രസാദ്. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം എന്നാണ് അർത്ഥം. ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘം. നിങ്ങൾ ആകാശത്ത് കാണാറുണ്ട്, കാർമേഘം കാണാറുണ്ട് അല്ലേ? ആ കാർമേഘത്തിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന കവിത. നോക്കാം. കാലേ കാലേ പാനി വാലേ. കാലേ കാലേ പാനി വാലേ പറഞ്ഞാൽ കറുത്ത. കാല പറഞ്ഞ കറുപ്പ്. കാലേ കാലേ പാനി വാലേ, കറുത്ത നിറമുള്ള, കറുത്തിരുണ്ട. പാനി വാലേ വെള്ളമുള്ള. ആസമാൻമേ ബാദൽ ആയേ. കാലേ കാലേ പാനി വാലേ ബാദൽ. കറുത്ത, കറുത്തിരുണ്ട, വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കാർമേഘം. ആസമാൻമേ ആയേ ആകാശത്ത് വന്നു. ഓക്കെ, കറുത്തിരുണ്ട വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കാർമേഘം ആകാശത്ത് വന്നു. ബോലോ കൈസേ ആക്കർ ചായേ. കൈസേ ആക്കർ ചായേ. ചായ പറഞ്ഞ വ്യാപിക്കുക. കൈസേ ആക്കർ, ആന പറഞ്ഞ വരുക, ആക്കർ വന്നിട്ട്. കൈസേ എങ്ങനെ, ബോലോ പറയൂ. അപ്പൊ എങ്ങനെയാണ് ഇവിടെ വന്ന് വ്യാപിച്ചത് എന്ന് പറയൂ. ഓക്കെ, മനസ്സിലായല്ലോ. കാലേ കാലേ പറഞ്ഞ കറുത്ത, കറുത്തിരുണ്ട. പാനി വാലേ വെള്ളമുള്ള. ആസമാൻ പറഞ്ഞ ആകാശം, ആസമാൻമേം ആകാശത്തിൽ. ബാദൽ മേഘം, ആയേ വന്നു. ബോലോ കൈസേ ആക്കർ ചായ. ബോലോ പറയൂ, എങ്ങനെ വന്ന് വ്യാപിച്ചു. ഓക്കെ, ഒന്നുകൂടെ പറയാം. കറുത്തിരുണ്ട കാർമേഘം, വെള്ളമുള്ള കാർമേഘം ആകാശത്തിൽ വന്നു. എങ്ങനെയാണിത് ആകാശത്തിൽ വന്ന് വ്യാപിച്ചത് എന്ന് പറയൂ. ഓക്കെ. ഹവാ പക്കടുക്കർ ലാത്തി സർക്കർ. കവിയാണ് ചോദിക്കുന്നത് അല്ലേ, ഇതെങ്ങനെയാണ് ഇവിടെ ആകാശത്ത് ഇങ്ങനെ പെട്ടെന്ന് കാർമേഘം വന്ന് വ്യാപിച്ചത്, എവിടെ നിന്നാണ് ഇത് വന്ന് ഇങ്ങനെ ആകാശത്ത് ഉരുണ്ടുകൂടിയത് എന്ന് പറയൂ എന്ന് കവി പറയാണ്. ഹവാ പക്കടുക്കർ ലാത്തി സർക്കർ. ഹവ, ഹവ പറഞ്ഞ കാറ്റ്. ഹവ പക്കടുക്കർ. പക്കടുക്കർ എന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട്, കാറ്റിനെ പിടിച്ചുകൊണ്ട്. മഴ വരുമ്പോൾ കാറ്റുണ്ടാവൂലേ, കാർമേഘം മൂടി കാറ്റടിക്കാൻ തുടങ്ങും. അപ്പോൾ ആ കാറ്റിനെ പിടിച്ചുകൊണ്ട്. സർ സർ ലാത്തി. സർ എന്ന സൗണ്ടാണ് കാറ്റടിക്കുമ്പോൾ ഉണ്ടാവുക അല്ലേ, സൗണ്ട് ഉണ്ടായിരിക്കുക, കാറ്റിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവും. ആ കാറ്റിൻ്റെ സൗണ്ടോട് കൂടിയിട്ട് കാറ്റിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട്. ചായേ ജൈസേ കാലേ കമ്പൾ. ചായ, ചായ പറഞ്ഞ വ്യാപിച്ചു. ജൈസേ പോലെ. കാലേ കമ്പൾ കറുത്ത കമ്പിളി പുതപ്പ് പോലെ. കാലേ പറഞ്ഞ കറുത്ത, കമ്പൾ പറഞ്ഞ കമ്പിളി, കമ്പിളി പുതപ്പിനെയാണ് ഇവിടെ പറയുന്നത്. കമ്പിളി പുതപ്പ് പോലെ, കറുത്ത കമ്പിളി പുതപ്പ് പോലെ വ്യാപിച്ചു. ആകാശത്ത് കാർമേഘം എങ്ങനെ വ്യാപിച്ചു എന്നാ പറയുന്നത്? കറുത്ത കമ്പിളി പുതപ്പ് പോലെ വ്യാപിച്ചിരിക്കുന്നു. ആ കാർമേഘം അങ്ങനെ വരുന്ന സമയത്ത് കാറ്റും ഉണ്ടാകുന്നു. സർ എന്ന ശബ്ദത്തോടു കൂടി കാറ്റും വരുന്നുണ്ട്. ആകാശത്ത് കാർമേഘം വ്യാപിച്ചിരിക്കുന്നു, കറുത്ത കമ്പിളി പുതപ്പ് പോലെ. കിത്തനെ സുന്ദർ ലഗത്തെ ഹേ ബാദൽ. എത്ര മനോഹരമായിട്ടാണ് ഈ കാർമേഘം കാണാൻ. കാർമേഘം കാണാൻ എന്ത് മനോഹരമാണ് എന്നാണ് പറയുന്നത്. കിത്തനെ എത്ര, സുന്ദർ സുന്ദരം, മനോഹരം, ലഗത്തെ തോന്നുന്നു, ബാദൽ മേഘം. ഈ മേഘത്തിനെ കാണാൻ എത്ര മനോഹരമായിട്ടാണ് തോന്നുന്നത്. വളരെ മനോഹരമായി തോന്നുന്നു ഈ കാർമേഘം കാണാൻ. അപ്പം അതിനെ പല രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കൂലേ. കാർമേഘം ഇങ്ങനെ മൂടി നിൽക്കുമ്പോൾ മുകളിൽ ആകാശത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ മേഘത്തിന് പല രൂപമുള്ളതുപോലെ തോന്നും. ഇനി നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നോക്കുക, ആകാശത്തേക്ക് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഓരോ മേഘത്തിനും കാർമേഘത്തിനും ഇങ്ങനെ ഓരോ രൂപമായിട്ട് തോന്നും. ഓക്കെ, അതിന് ചിലതിന് എന്താ പറയുക, ചെമ്മരിയാടിൻ്റെ രൂപം പോലെ തോന്നും, മരത്തിൻ്റെ രൂപം പോലെ തോന്നും, കുതിരയെ പോലെ തോന്നും അല്ലേ. പല രൂപത്തിൽ നമുക്കതിനെ കാണപ്പെടും.
ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഇനി മേഘം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കാം മുകളിലേക്ക്. അപ്പം നിങ്ങൾക്ക് അതുപോലെ പല രൂപവും ദൃശ്യമാവും. ഓക്കെ, അപ്പം അടുത്ത വരികളിൽ അതാണ് പറയുന്നത്. പേടോം ജൈസേ, മരത്തിനെ പോലെ. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രത്തിലുണ്ട് മരത്തിനെ പോലെ മേഘം കൂടി നിൽക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചറിലേക്ക് നോക്കുക, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. മുകളിൽ തന്നെ പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ, അതിലുണ്ട് കാർമേഘം മരത്തിനെ പോലെ നിൽക്കുന്നു. പേടോം ജൈസേ, മരത്തിനെ പോലെ. ബേഡോം ജൈസേ, ബേഡ് പറഞ്ഞാൽ ചെമ്മരിയാട്. ചെമ്മരിയാട് പോലെ. ചില നേരങ്ങളിൽ തോന്നും അത് മരമാണോ, മരത്തിനെ പോലെയാണോ അതുള്ളത് തോന്നും. ചില സമയങ്ങളിൽ എങ്ങനെ തോന്നും, ചെമ്മരിയാടിനെ പോലെ തോന്നും. ലഗുത്തേ, ലഗുത്തേ പറഞ്ഞാൽ തോന്നുക, തോന്നും. ജയ്സേ ചൽത്തേ ഗോഡയാ, പിന്നെ എങ്ങനെയാ തോന്നുക, ചൽത്തേ ഗോഡേ, നടക്കുന്ന കുതിര പോലെ തോന്നും. ഗോഡെ പറഞ്ഞാൽ കുതിര, കുതിരകളെ പോലെ, നടക്കുന്ന കുതിരകളെ പോലെ തോന്നും ചില നേരത്ത്. ചില നേരത്ത് മരത്തിനെ പോലെ തോന്നും, ചില നേരത്ത് ചെമ്മരിയാടിനെ പോലെ തോന്നും. ചില നേരത്ത് എങ്ങനെയാ തോന്നുക, നടക്കുന്ന കുതിരയെ പോലെ തോന്നും. ബൻ ജാത്തെ ഹാത്തി കെ ജോഡേ, ചില സമയത്ത് എങ്ങനെ തോന്നും, ഹാത്തി കെ ജോഡേ ബൻ ജാത്തെ. ഹാത്തി കെ ജോഡേ പറഞ്ഞാല് ആനയുടെ ജോഡി, ആനയുടെ ജോഡികൾ ഉണ്ടാക്കിയതാണോ എന്ന് തോന്നും. അങ്ങനെയും ചില സമയങ്ങളിൽ തോന്നും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ഭാഗം മനസ്സിലായല്ലോ. ഒന്നുകൂടെ ഈ ഭാഗം വായിക്കാം. പേടോം ജൈസേ, ബേഡോം ജൈസേ, ലഗുത്തേ ജൈസേ ചൽത്തേ ഗോഡേ. അതായത് ചൽത്തേ ഗോഡേ ജൈസേ ലഗുത്തേ അല്ലേ. ബൻ ജാത്തെ ഹാത്തി കെ ജോഡേ, മരം പോലെയും മരങ്ങളെ പോലെയും ചെമ്മരിയാടുകളെ പോലെയും നടക്കുന്ന കുതിരകളെ പോലെയും ആനകളുടെ ജോഡി പോലെയുമൊക്കെ മേഘത്തിനെ ചില സമയങ്ങളിൽ കാണപ്പെടും. ചില സമയങ്ങളിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള രൂപങ്ങളായിട്ട് നമുക്ക് തോന്നാൻ തുടങ്ങും. ലഗുത്തേഹേ എന്ന് പറഞ്ഞാൽ നമ്മളെ തോന്നലാണത്. ലഗുത്തേ തോന്നുക, നോക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ബാക്കി ഭാഗം നോക്കാം. നന്നേ ജൽക്കൺ ഗയേ ബാപ്പ് ബൻ, ഉസി ബാപ്പ് സേ ഠണ്ടക് പായി, ബാദൽ ബർസേ ബർസ ആയി. നന്നേ ജൽക്കൺ, നന്നേ ജൽക്കൺ എന്ന് പറഞ്ഞാൽ ചെറിയ വെള്ളത്തുള്ളികൾ. നന്നേ ജൽക്കൺ പറഞ്ഞാൽ എന്താണ്, ചെറിയ ജലകണങ്ങൾ. ജലകണങ്ങൾ പറഞ്ഞാൽ അറിയാലോ, ജലത്തിന്റെ വെള്ളത്തിന്റെ തുള്ളികൾ, ചെറിയ വെള്ളത്തുള്ളികൾ. നന്നേ ജൽക്കണം എന്താണ്, നന്നേ പറഞ്ഞാൽ ചെറിയ, ജലകണം പറഞ്ഞാൽ ജലത്തിന്റെ കണം, കണിക, അതായത് ജലത്തിന്റെ വെള്ളത്തിന്റെ തുള്ളി, ചെറിയ വെള്ളത്തുള്ളികൾ. ഗയേ ബാപ്പ് ബൻ, എന്തായി മാറുന്ന പറഞ്ഞത്, അത് നീരാവിയായി മാറുന്നു. ബാപ്പ് പറഞ്ഞ നീരാവി, നീരാവിയായി മാറുന്നു. ഉസി ബാപ്പിനെ ഡണ്ടക് പായി, ആ നീരാവി. ഉസി, ഉസി പറഞ്ഞ ആ നീരാവി, ആ സാധനം എന്നൊക്കെ പറയില്ലേ. ഉസി ബാപ്പിനെ, ആ നീരാവി, ആ നീരാവി. ഉസി ബാപ്പിനെ ഡണ്ടക് പായി, ഉസി ബാപ്പിനെ ഡണ്ടക് പായി പറഞ്ഞ ആ നീരാവി തണുത്തുറഞ്ഞു. ഡണ്ടക് പായി തണുത്തുറഞ്ഞു. ബാപ്പിനെ ഡണ്ടക് പായി പറഞ്ഞ നീരാവി തണുത്തുറഞ്ഞു. ബാദൽ ബർസേ ബർസ ആയി, മഴ പെയ്തു എന്നാണ് പറഞ്ഞത് അല്ലേ. ബാദൽ ബർസേ, ബാദൽ ബർസേ പറഞ്ഞാല് മഴ പെയ്തു. ബർസ ആയി, മഴ വന്നു, മഴ വന്നു, മഴ പെയ്തു, മഴ പെയ്ത് മഴ നമ്മൾക്ക് കിട്ടി അല്ലേ, മഴ വന്നു. ഒന്നുകൂടെ നോക്കാം. നന്നേ ജൽക്കൺ ഗയേ ബാപ്പ് ബൻ, ഉസി ബാപ്പിനെ ഡണ്ടക് പായി, ബാദൽ ബർസേ ബർസ ആയി. നേർത്ത ജലകണങ്ങൾ, ചെറിയ വെള്ളത്തുള്ളികൾ. ഗയേ ബാപ്പുബൻ, ആ വെള്ളത്തുള്ളികളൊക്കെ എന്തായി മാറി, നീരാവിയായി മാറി. ഉസി ബാപ്പിനെ ഡണ്ടക് പായി, ആ നീരാവി, ഉസി ബാപ്പ് ആ നീരാവി തണുത്തുറഞ്ഞു. ബാദൽ ബർസേ ബർസ ആയി, മേഘം പെയ്തു, മഴ പെയ്തു അല്ലേ. കാർമേഘം മൂടി മഴ പെയ്തു. ബാദൽ ബർസേ ബർസ ആയി, മഴ പെയ്തു, മഴ വന്നു. കർത്തേ ഗഡ് ഗഡ് ആത്തേ ബഡ് ബഡ്, ബിച്ചലി ബാദൽ കോ ചമക്കായേ, അന്തിയാരേ മേ രാഹ് ദിക്കായേ. കർത്തേ
ഗഡ് 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 എന്നുള്ള ശബ്ദമാണ് പറയുന്നത് അവിടെ കേട്ടോ. ഗഡ് ഗഡ് എന്ന ശബ്ദത്തോടെ, ഗഡ് ഗഡ് ബഡ് ബഡ് എന്നൊക്കെയുള്ള ശബ്ദമാണ്. അതായത് ഇടിമുഴക്കത്തിനൊക്കെ അങ്ങനത്തെ ശബ്ദം ഉണ്ടാകും. കാർമേഘം മൂടി മഴ വരുന്ന സമയത്ത് എന്താണ്, ശബ്ദത്തോടു കൂടി ഇടിവെട്ടു അല്ലേ. അപ്പം എന്താ പറഞ്ഞത്, കർത്തേ ഗഡ് ഗഡ് ആത്തേ ബഡ് ബഡ് ബിജലി ബാദൽ കോ ചമക്കായ. ബിജലി പറഞ്ഞാൽ ഇടിമിന്നൽ. എന്താണ് ബിജലി പറഞ്ഞാൽ ഇടിമിന്നൽ. ബിജലി ബാദൽ കോ ചമക്കായേ. ചമക്കാന പറഞ്ഞാൽ തിളങ്ങ. ആകാശത്ത് എന്തുണ്ടായി, ഇടിമിന്നൽ തിളങ്ങി. അന്തിയാരേമേ രാഹുദിക്കായേ. അന്തിയാരെ പറഞ്ഞാൽ ഇരുട്ട്. ഇരുട്ടില് വഴി കാണിച്ചു. അന്തിയാരേമേ ഇരുട്ടിൽ. അന്തിയാരേമേ ഇരുട്ടിൽ. രാഹുദികായെ വഴി കാണിച്ചു. അതായത് ഇടിമിന്നൽ രാത്രിയിൽ നല്ല ഇടിയും മഴയാണ്. അപ്പം ആ ഇടിമിന്നൽ എന്ത് ചെയ്തു എന്നാ പറയുന്നത്, ഇരുട്ടിൽ വഴി കാണിച്ചു എന്നാണ് പറഞ്ഞത്. ബിജലി ബാദൽ കോ ചമക്കായെ അന്തിയാരേമേം രാഹുദികായെ. ഇരുട്ടിൽ വഴി കാണിച്ചു. മോർ മഗ്ന മൻ ചൂമ് ചനന് ചൻ. മോർ പറഞ്ഞ മയില്. മോറ് മഗ്ന മൻ. മഗ്നമൻ എന്ന് പറഞ്ഞാൽ മഗ്നമായ, വളരെയധികം സന്തോഷമായ മനസ്സോടെ എന്നാണ് അർത്ഥം. മഗ്നമൻ പറഞ്ഞാൽ സന്തോഷത്തോടെ. മഗ്നമൻ സന്തോഷത്തോടെ, വളരെയധികം സന്തോഷത്തിൽ മുഴുകിയിട്ട് എന്നൊക്കെ പറയാം. മോറ് മയില് സന്തോഷത്തിൽ മുഴുകി. ചൂമ് ചനന് ചൻ. ചൂമ് ചനന് ചൻ. ജൂമ് ജൂമുക്കർ. ജൂമ് ജൂമുക്കർ എന്ന് പറഞ്ഞാൽ നൃത്തമാടുക. ചൂമ് ചനൻ എന്നാൽ സന്തോഷത്തോടെ തന്നെ കേട്ടോ, വളരെയധികം സന്തോഷത്തോടെ, സന്തോഷത്തിൽ മുഴുകിക്കൊണ്ട്. ജൂമ് ജൂമുക്കർ നാച്ദിക്കായേ. നൃത്തമാടാൻ തുടങ്ങി. ജൂമ് ജൂമുക്കർ. ജൂമ് ജൂമെന്ന് പറഞ്ഞാൽ നൃത്തമാടുക, ഡാൻസ് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. ഗുഷ് ഹോ ഹോക്കർ ഗാനാഗായേ. ഗുഷ് ഹോ ഹോക്കർ. ഗുഷ് പറഞ്ഞാൽ സന്തോഷം. സന്തോഷത്തോടെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഗാനാഗായെ പാട്ട് പാടാനും തുടങ്ങി. മയിലിന് ഇടിമിന്നലും മഴയൊക്കെ ഉണ്ടായപ്പോൾ മയിലിന് വളരെയധികം സന്തോഷമായില്ലേ. ആ സന്തോഷവതിയായിട്ടുള്ള മയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, വളരെയധികം സന്തോഷത്തോടെ നൃത്തം ചെയ്യാൻ തുടങ്ങി. നൃത്തം ചെയ്യുന്നതോടൊപ്പം തന്നെ പാട്ട് പാടാനും തുടങ്ങി. സന്തോഷത്തോടെ പാട്ട് പാടാനും തുടങ്ങി. ബർസേ ബാദൽ കളുക്കള് ചലിച്ചൽ തൈർ ചലി കാഗസ്കി നയ്യ. ബർസേ ബാദൽ. ബാദൽ പറഞ്ഞാൽ മേഘം. മേഘം ബർസേ പറഞ്ഞാൽ പെയ്യുക. മേഘം പെയ്യുക പറഞ്ഞാൽ എന്താണ്, മഴ പെയ്യുക. മഴ പെയ്തു. കളുക്കള് ചലിച്ചൽ. കളുക്കൾ ചലിച്ചൽ എന്ന ശബ്ദത്തോട് കൂടിയിട്ട് ഇങ്ങനെ മഴ പെയ്യുകയാണ്. തൈർ ചലി കാഗസ്കി നയ്യ. തൈർന്ന് പറഞ്ഞാൽ നീന്തുക. തൈർ ചലി നീന്തി ഇങ്ങനെ വരിക, നീന്തുകയാണ്. എന്ത്, നീന്തി ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോവുകയാണ്. കാഗസ്കി നയ്യ. കാഗസ് പറഞ്ഞാൽ കടലാസ്. കാഗസ് എന്താണ്, കടലാസ്. കാഗസ്കി നയ്യ. നയ്യ പറഞ്ഞാൽ തോണി. കാഗസ്കി നയ്യ കടലാസ് തോണി. എന്താണ് നീന്തി പോകുന്നത്, കടലാസ് തോണി നീന്താണ്. വെള്ളത്തിലൂടെ നീന്തി പോകുന്നു കടലാസ് തോണി. നിങ്ങൾ മഴ പെയ്ത് വെള്ളം ഉണ്ടായാൽ എന്ത് ചെയ്യും, ആ കടലാസ് തോണി ഒഴുക്കി വിടൂലേ. അപ്പൊ ഈ കടലാസ് തോണിയൊക്കെ എന്ത് ചെയ്യുന്നു, വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി വരുന്നു. പൂഞ്ച് ഉടാക്കർ ബാഗി ഗയ്യ. ആരാണ് പൂഞ്ച് ഉടാക്കർ ബാഗി? ഗയ്യ. ഗയ്യ പറഞ്ഞ ഗായ്, പശു. ഗയ്യ എന്താണ്, ഗായ്. ഗായ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പശുവിന് അല്ലേ. ഗായ് പറഞ്ഞാൽ പശു, ഗയ്യ പറഞ്ഞാൽ എന്താണ്, പശു. ബാഗി പറഞ്ഞ ഓടി. ഉടാക്കർ പറഞ്ഞ ഉയർത്തിയിട്ട്. പൂഞ്ച് എന്തുയർത്തിയിട്ടാണ്, പൂഞ്ച്. പൂഞ്ച് പറഞ്ഞ വാല്. പശു എന്താ ചെയ്തത്, പശു അതിൻ്റെ വാലും പൊക്കിക്കൊണ്ട് ഓടി എന്നാണ് പറഞ്ഞത്. പൂഞ്ച് ഉടാക്കർ ബാഗി ഗയ്യ. വാലും പൊക്കിക്കൊണ്ട് ഗയ്യ പശു ഓടി. മഴ പെയ്താൽ പശുക്കളൊക്കെ എന്താ ചെയ്യുക, പശുവായാലും ആടായാലൊക്കെ മഴ പെയ്താൽ ഉടനെ ഓടി വീട്ടിലേക്ക് വരൂലേ. അവർ മഴയത്ത് നിൽക്കുമോ, ഇല്ല. മഴ പെയ്യുന്നുണ്ടെന്ന് കണ്ടാൽ മഴക്കാറ് മൂടിയാൽ തന്നെ തുടങ്ങും അവരെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ കിടന്നിട്ട് ഇങ്ങനെ നിലവിളിക്കൂലേ, അയച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെന്ത് ചെയ്യും, അവിടെ നിന്ന് ഓടിയിട്ട് വരും. ഇനി അയച്ചു വിട്ട നമ്മൾ കെട്ടിയിടാത്ത പശുക്കളാണെങ്കിൽ അവർ മഴ വരുന്നൊന്നും കണ്ടിക്കുകയാണെങ്കിൽ മഴ പെയ്താൽ ഉടനെ അവർ ഓടി വീട്ടിലേക്ക് വരികയാണ് ചെയ്യുക അല്ലേ. അല്ലാത്ത പശുക്കളെ നമ്മൾ പോയിട്ട് അയച്ചാൽ ഉടനെ വീട്ടിലേക്ക് ഓടിയിട്ട് വരും. അപ്പോൾ എങ്ങനെയാണ് ഓടി വരിക, അവർ വാലും ഉയർത്തി പിടിച്ചിട്ടാണ് ഓടി വരിക. അതാണ് ഇവിടെ പറഞ്ഞത്. പൂഞ്ചുടാക്കർ ബാഗി ഗൈ. ഒരു മഴയുടെ കാഴ്ചയാണ് ഇവിടെ കവി വിശദീകരിച്ചിരിക്കുന്നത്. ഓക്കെ, മഴ പെയ്താലുണ്ടാകുന്ന ഒരു കാഴ്ച. അപ്പോൾ നമ്മൾ ഈ
ബാദൽ എന്ന കവിത പൂർണ്ണമായിട്ടും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മീനിങ്ങുകളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കവിത നന്നായിട്ട് വായിച്ച് പഠിക്കുക. മീനിങ്ങും കൂടെ കേട്ടിട്ട് 2-3 തവണ കേട്ട് പഠിക്കുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.